ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളങ്ങനെ ഹിറ്റ് 3 എന്ന് പറയുന്ന ജ്ഞാനി നായകനായ പടം കണ്ടു. അപ്പോൾ പടം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിനോട് ഒട്ടും യോജിക്കാതെ നിങ്ങൾക്ക് വരാം, ചിലപ്പോൾ യോജിച്ചെന്നും വരാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോയിൽ ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു സ്പോയിലറും തരത്തില്ല. അപ്പോൾ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, പടം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതായത് ഹിറ്റ് 1, ഹിറ്റ് 2 അതിനെയൊന്നും കമ്പയർ ചെയ്യാതെ ഹിറ്റ് 3 ഒക്കെ കാണുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് ഹിറ്റ് 1ഉം 2 ഒക്കെ മെയിനായിട്ട് അവർ ഇൻവെസ്റ്റിഗേഷനിലാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഹിറ്റ് 3 വരുമ്പം മെയിനായിട്ട് കൂടുതൽ ആക്ഷൻ സീക്വൻസിലാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ ഇടിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പടം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും. ഇതിന്റെ പ്ലോട്ടും മെയിനായിട്ട് വരുന്നത് ഒരേ രീതിയിൽ തന്നെ കുറെ പേരെ കൊല്ലുന്നു. അപ്പം അതിന്റെ ഒരു കാരണങ്ങൾ അന്വേഷിച്ചു പോകുന്നതിനാണ് കഥ. ഇതിന്റെ ക്ലൈമാക്സ് വരെ ഭയങ്കര സസ്പെൻസിൽ കൊണ്ടുപോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത്ര ഭയങ്കര സസ്പെൻസ് ഒന്നും ഇല്ല. എന്നാലും ആവശ്യത്തിന് ചെറിയ ചെറിയ സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ജ്ഞാനിയുടെ പെർഫോമൻസ് ആണ്. പുള്ളിയുടെ റോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സ്വാഗും എല്ലാം നല്ല അടിപൊളിയാണ്. അത് കണ്ടിരിക്കാനും നല്ലൊരു രസമാണ്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല വേറെ ലെവലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള ഇതിനകത്ത് നായികയെ കുറിച്ചാണ്. അതായത് ഇതിനകത്ത് നായിക ശ്രീനിധി ഷെട്ടിയാണ്. പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു നേരത്തെയുള്ള സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ അത്യാവശ്യം നല്ലൊരു റോള് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നൊക്കെ ഈ ഒരു സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. മാത്രമല്ല അവർ വരുന്ന ഓരോ സീനും നമുക്കിങ്ങനെ കണ്ടിരിക്കാനായിട്ട് തോന്നും. പിന്നെ അതിഗംഭീര സ്റ്റോറി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഈ ഒരു പടം മലയാളത്തിലാണ് കണ്ടത്. മലയാളത്തിൽ വന്നപ്പം സോങ്സ് ഒക്കെ അത്ര അങ്ങോട്ട് മികച്ചതായിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു സോങ് അതിനകത്ത് കേട്ടില്ല. മറ്റേ അർജുൻ സർക്കാർ എന്നും പറഞ്ഞൊരു സോങ് ഉണ്ടല്ലോ, ആ സോങ് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ കേട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് വയലൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വയലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു കുറച്ച് ഇൻവെസ്റ്റിഗേഷനും പരിപാടിയും ഒരു നോർമൽ രീതിയിൽ പോകുന്നു. അതിനകത്ത് ഇടയ്ക്കൂടെ ഒരു റൊമാൻസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ പോയി ഇന്റർവെൽ ആവുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന മൊത്തം അടി വെട്ടുകൂത്ത് അത് മാത്രമാണ് മെയിൻ അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അതിനകത്തൊക്കെ ആണെങ്കിലും അവർ നല്ല രീതിയിൽ വയലൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ചോരയൊക്കെ നല്ലപോലെ ഒലിച്ച് ഉള്ള ഫൈറ്റും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ കഴിവതും ഈ പടം അവർ പറയുന്ന പോലെ 18 വയസ്സിന് മുകളിലുള്ളവരെ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിനകത്തെ ക്യാമിയോസ് എടുത്തു പറയണം. അതായത് ആ ക്യാമിയോസിനെ പ്ലേസ് ചെയ്തേക്കുന്ന രീതി നല്ല അടിപൊളിയാണ്. അതായത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ നായകനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, വേറൊരാൾ വേണമെന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു നിമിഷം അവർ ആ ക്യാമിയോ ഇറക്കിവിടും. അതുകൊണ്ട് തന്നെ ക്യാമിയോയുടെ എൻട്രി ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ക്യാമിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. അത് നല്ല അടിപൊളി സാധനമായിരുന്നു. എനിക്ക് തോന്നുന്നു നായകനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു BGM ആയിരുന്നു ക്യാമിയോ റോൾസിന് വേണ്ടി കൊടുത്തത്. പിന്നെ ഈ ഒരു പടം കാണണമെങ്കിൽ ഹിറ്റ് 1ഉം 2ഉം കാണണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചിലരുടെയൊക്കെ എൻട്രി വരുമ്പം ഇവരാരാ എന്ന് ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ലെന്ന് വരും. ആ ഒരു ഇതല്ലാതെ 1ഉം 2ഉം കാണണമെന്നൊന്നുമില്ല. ഇത് മൂന്ന് കഥയായിട്ട് തന്നെയാണ് ഇവര് ചെയ്തേക്കുന്നത്. അതായത് മൂന്ന് കേസ് അന്വേഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഹിറ്റ് 3 കൊണ്ട് തീരുന്നില്ല, ഹിറ്റ് 4 ഉണ്ട്. അതുപോലെ തന്നെ ഹിറ്റ് 4ൽ ആരാണ് നായകനായിട്ട് വരുന്നതെന്നും ഇതിന്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഏകദേശം നിങ്ങളിപ്പം അറിഞ്ഞു കാണും അത് ആരാന്ന്. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അത് സസ്പെൻസ് ആയി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇതിനകത്ത് നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒന്നാമത്തെ കാര്യം വില്ലനാണ്. അതായത് കുറച്ചുകൂടെ നല്ലൊരു ഗംഭീര വില്ലനെ കൊണ്ടുവരാം എന്ന് എനിക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് വന്നപ്പോൾ ഒരു 1-2 ഡയലോഗ് ഉണ്ട്. ആ ഒരു 1-2 ഡയലോഗ് ഉള്ളത് കൊണ്ട് എനിക്ക് ക്ലൈമാക്സ് വലിയ കുഴപ്പമില്ലാതെ തന്നെ പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടത് മലയാളം ഡബ്ഡ് ആണ്. പക്ഷെ ഇതിനകത്ത് ചില ഡയലോഗൊക്കെ അവർ മ്യൂട്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും മോശം ഡയലോഗ് ആയിട്ടായിരിക്കും. പക്ഷെ 2-3-4 സീനിൽ അവർ ഡയലോഗ് മ്യൂട്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പടത്തിൽ വലിയ ലാഗം ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് നായകനും നായികയായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. അത് ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കൗട്ട് ആകത്തില്ല എന്നുള്ളൊരു ഇതാണ്. എന്തൊക്കെയോ ഒരു കുറവ് ചിലപ്പോൾ നമുക്കൊന്ന് ഫീൽ ആവും. ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് ഒക്കെ മാറ്റി വെച്ചാൽ പടം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാം. പിന്നെ നോർമലി എല്ലാ സിനിമയിലും കാണുന്ന പോലെ തന്നെ നായകൻ ഇതിനകത്ത് കുറച്ച് ബാക്കിയുള്ളവരെക്കാട്ടിലും ഇന്റലിജന്റ് ആയിരിക്കും. പിന്നെ കൂടുതൽ കുറെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെക്കാട്ടിലും അറിയാം എന്നുള്ള രീതിയൊക്കെ ഈ പടത്തിലും ഉണ്ട്. എന്നിരുന്നാലും ഈ എടുത്തിരിക്കുന്ന രീതിയൊക്കെ നല്ല രസമായതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കുമ്പോഴും അത്ര ബോറടി ഒന്നും തോന്നത്തില്ല. അതായത് കൊടുക്കുന്ന പൈസ നമുക്ക് മുതലാവും. പിന്നെ എന്താ പറയാൻ, എനിക്കൊന്ന് ഹിറ്റ് 3ക്ക് കേരളത്തിൽ വലിയ സ്ക്രീൻ കൊണ്ടൊന്നും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പോയ തിയേറ്ററിലാണെങ്കിലും ആകെ ഒരു ഷോ മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള എല്ലാ തിയേറ്ററിലും ആകെ ഒരു ഷോ വെച്ചെങ്ങാണ്ടേ കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം കേരളത്തിലും ഈ ഒരു പടത്തിന് കളക്ഷൻ കുറവായിരുന്നു. പക്ഷെ ഇപ്പം രണ്ടാമത്തെ ദിവസം അതിന്റെ കളക്ഷൻ കൂടി വരുന്നൊരു ന്യൂസ് കണ്ടായിരുന്നു. ഇനിയും ചിലപ്പോൾ കൂടി വരുമായിരിക്കും. ഏതായാലും കളക്ഷനും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഹിറ്റ് 1ഉം ഹിറ്റ് 2ഉം കമ്പയർ ചെയ്യാതെ അല്ലാതെ ഈ ഹിറ്റ് 3 കാണുവാണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധനം എല്ലാം ഈ ഒരു പടത്തിലുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞതൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പം
ഇതുപോലൊക്കെ ആയിരിക്കും അഭിപ്രായം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ അഭിപ്രായമുള്ളവരും കാണും. അപ്പൊ നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ ബൈ.